ശ്രീ ടി.ജെ. വിനോദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ എം.എൽ.എ, വളരെ സങ്കടകരമായ അവസ്ഥയാണ് ഇത്. ഇങ്ങനെ ഒരു സുരക്ഷയുടെ ഭാഗമായിട്ട് അതിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ അത് ജനങ്ങളുടെ സുരക്ഷയെ ബാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇത് പോലീസിൻ്റെ എന്തുമാത്രം വീഴ്ചയാണ് അങ്ങേക്ക് ഈ കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ അറിയാൻ കഴിയുന്നത്? തീർച്ചയായും വളരെ ഗുരുതരമായ പോലീസിന്റെ ഭാഗത്തുള്ള വീഴ്ചയാണ്. ഇന്നലെ 28 വയസ്സ് മാത്രം പ്രായമുള്ള മനു എന്ന ചെറുപ്പക്കാരൻ ദാരുണമായി കൊലചെയ്യപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ മുന്നൊരുക്ക പ്രവർത്തനത്തിന്റെ ഭാഗമായി വളഞ്ചമ്പലത്ത് ചിറ്റൂർ റോഡ് ബ്ലോക്ക് ചെയ്ത് കുറുകെ വടം കിട്ടിയതിനെ തുടർന്ന് ആ വടത്തിൽ കുടുങ്ങിയാണ് ഈ പാവപ്പെട്ട ചെറുപ്പക്കാരൻ മരണപ്പെട്ടത്. പോലീസിന്റെ ഭാഗത്ത് ഒരു മുന്നൊരുക്ക പ്രവർത്തനവും നടത്താതെ ഇത്തരമൊരു നടപടിയിലേക്ക് പോയത് അങ്ങേയറ്റം ഗുരുതരമായ വീഴ്ചയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പോലീസ് ഏറ്റെടുത്തുകൊണ്ട് ആ കുടുംബത്തിന് അർഹമായ രീതിയിലുള്ള പരിഗണനയും നഷ്ടപരിഹാരവും കൊടുത്ത് ഇത്തരം ഗുരുതരമായ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥന്മാർക്ക് നടപടി സ്വീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണമെന്നുള്ളതാണ് ഒരു എം.എൽ.എ എന്നുള്ള എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇപ്പോൾ അവിടെ ഏതൊക്കെ മേഖലയിൽ ഇപ്പോൾ വടം കെട്ടുന്നതും ബാരിക്കേഡ് വയ്ക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നേരത്തെയും തിരുവനന്തപുരത്തടക്കം അല്ലാത്ത പരിപാടികൾക്ക് വേണ്ടി കെട്ടിയ വടങ്ങളൊക്കെ കൊണ്ട് അപകടത്തിൽപ്പെട്ട ആളുകളെ നമുക്കറിയാം. ഇത് കൊച്ചിയാണെങ്കിൽ എത്രയോ തിരക്കുള്ള സ്ഥലമാണെന്ന് അങ്ങേക്കും അറിയാമല്ലോ. അത്രയേറെ ആളുകൾ രാവിലെയും വൈകുന്നേരം ഒക്കെ സഞ്ചരിക്കുന്ന ഇടമാണ്. അപ്പോൾ അവിടെ വടം കെട്ടുമ്പോൾ വേണ്ട ഒരു ജാഗ്രത, എത്ര വീഴ്ച പോലീസിൽ എങ്ങനെ സംഭവിക്കുന്നു, അതും ഇതുപോലെയുള്ള ഒരു സുരക്ഷ ഒരുക്കുമ്പോൾ? അതാണ് ഞാൻ പറഞ്ഞത്. ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ സുരക്ഷ ഏർപ്പെടുത്തുന്നതിനൊന്നും നമുക്ക് വിയോജിപ്പില്ല. പക്ഷേ പ്രധാനമന്ത്രിയുടെ സുരക്ഷ ഏർപ്പെടുത്തുമ്പോൾ പൊതുസമൂഹത്തിന്റെ പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്ക് കൂടി പ്രാധാന്യം കൊടുക്കാൻ പോലീസ് മറന്നുപോയതാണ് ഇവിടെ ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യം ഉണ്ടായത്. പ്രത്യേകിച്ച് ചിറ്റൂർ റോഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും തിരക്കുള്ള നഗരത്തിലെ എം ജി റോഡിന് സമാന്തരമായിട്ടുള്ള ഒരു റോഡാണ്. അപ്പോൾ സ്വാഭാവികമായും പ്രധാനമന്ത്രിയുടെ സുരക്ഷയുടെ ഭാഗമായ അവിടെ വടം കിട്ടുമ്പോൾ അതിലെ ഒരു മുൻകരുതൽ, ഒരു മുന്നൊരുക്ക പ്രവർത്തനം, അവിടെ അതിനാവശ്യമായ നടപടികൾ, ഇവിടെ റോഡ് ക്ലോസ് ചെയ്തിരിക്കുന്നു എന്നുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ അല്ലെങ്കിൽ അതിനാവശ്യമായ റിഫ്ലക്ടറുകൾ വെച്ച് അതിനുള്ളൊരു ക്രമീകരണം പോലീസ് നടത്താതെ പോയതാണ് ഈ ഇത്തരം ഒരു ദാരുണമായ സംഭവത്തിന് ഇടയായത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്തുള്ള ഗുരുതരമായ വീഴ്ചയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. പക്ഷെ പോലീസ് ഇപ്പോൾ പറയുന്ന കൈ കാണിച്ചിട്ട് നിർത്തിയില്ല എന്നൊക്കെ ന്യായവാദങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും അല്ലേ എം.എൽ.എ? അല്ല, സ്വാഭാവികമല്ല. അത് പോലീസ് അവരുടെ ഭാഗം രക്ഷപ്പെടുത്താൻ വേണ്ടി കൈ കാണിച്ചൊന്നും നിർത്തിയില്ല എന്നൊക്കെ അവർ പറയും. പക്ഷേ അവര് അതിന്റെ മുന്നൊരുക്ക നടപടികൾ നേരത്തെ ചെയ്യേണ്ട പ്രിവെന്റീവ് മെഷേഴ്സ്, റോഡ് ക്ലോസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം സത്യമാണ്. അപ്പൊ ആ ഒരു കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള വീഴ്ചയാണ്. പിന്നെ പോലീസ് കൈ കാണിച്ചില്ലെന്ന് നമ്മൾ കണ്ടില്ല. അവർ പറയുന്നത് കൈ കാണിച്ചെന്ന് പറയുന്നത് നമ്മളതൊന്നും കാണാത്ത കാര്യമാണ്. പക്ഷെ അതല്ല, ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രിവെന്റീവ് മെഷേഴ്സ് പോലീസിന്റെ ഭാഗത്ത് റോഡ് ക്ലോസ് ചെയ്യേണ്ട ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല.